Hello guys, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഹൗ ടു സ്മെൽ ഗുഡ് ഓൾ ദ ടൈം. ഇതെല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാകും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എപ്പോഴും പ്ലസൻ്റ് ആയിട്ടും നല്ല ഇൻവൈറ്റിംഗ് ആയിട്ടും സ്മെല്ല് ചെയ്യണം എന്നാണ്. മോശമായിട്ട് സ്മെല്ല് ചെയ്ത് നടക്കണം എന്ന് വിചാരിക്കുന്നവരാരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലായ്പ്പോഴും നല്ല ഫ്രഷ് ആയിട്ടും പ്ലസൻ്റ് ആയിട്ടും സ്മെൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹമാണ്. പക്ഷേ എന്നെപ്പോലെ നല്ലോണം സ്വെറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫ്രഷ് ആയിട്ടും പ്ലസൻ്റ് ആയിട്ടും എപ്പോഴും സ്മെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ചും ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു സമ്മർ സമയത്താണ് ഈ ഒരു വീഡിയോയ്ക്ക് കൂടുതൽ പ്രസക്തി എന്ന് തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും ഏതു നേരം വിയർത്ത് കുളിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, അത് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം നോ ബ്രെയിനർ ആണ്, കുളിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ പ്രത്യേകിച്ചും സമ്മർ സമയമായതുകൊണ്ട് തന്നെ 2 നേരം കുളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി വാഷാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി വാഷ്. ഇത് പ്ലമ്മിൻ്റെ ബോഡി ലവിങ് ഷവർ ജെല്ലാണ് ഇൻ ദ വേരിയൻറ്റ് ഹവായിയൻ റുംബ. ഇതാണ് അതിൻ്റെ ബോട്ടിൽ. വളരെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി വാഷാണിത്. നല്ല ഒരു എന്താ പറയുക, ട്രോപ്പിക്കൽ ഫീലിംഗ് ആണ് ഈ ഒരു സ്മെല്ല് നമുക്ക് കൊണ്ടുവരുന്നത്. നല്ല എന്താ പറയുക, മൊഹിറ്റോസ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ഇല്ല ഒരു സ്മെല്ല്, അതാണ് വരുന്നത്. എനിക്ക് എന്തോ ഇത് ഞാൻ കോളേജ് ടൈമിൽ യൂസ് ചെയ്തിരുന്ന ഏതോ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് നൊസ്റ്റു അടിപ്പിക്കുന്നുണ്ട്. ഭയങ്കര നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 240 ml ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് പ്രൈസ് വരുന്നത് 380 റുപ്പീസാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു പ്ലസൻറ്റ് ഫീലിങ്ങും ആ ഒരു എന്താ പറയുക ലാദറിങ്, അത് പറഞ്ഞില്ലല്ലോ, ഇത് നല്ലോണം ലാദറപ്പ് ആവും കേട്ടോ. കുറച്ച് എമൗണ്ട് മതി, പക്ഷെ നല്ലോണം ലാദറാകും. നമുക്ക് അതുകൊണ്ട് ഒത്തിരി വേസ്റ്റേജ് ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്താണ് ഈ ഒരു സാധനം. ഈ ഒരു സമ്മർ ടൈമിൽ പ്രത്യേകിച്ചും ഈ ഒരു ഫ്രേഗ്രൻസ് ഭയങ്കര നമുക്ക് സൂട്ടാകുന്നൊരു ഫ്രേഗ്രൻസ് ആണ്. അത്യാവശ്യം ലാസ്റ്റും ചെയ്യും ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ്. ഇതിൻ്റെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ ഫ്രേഗ്രൻസ് കൂടുതൽ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ എന്താ പറയുക ഫാമിലിയിലുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരേ ഫാമിലിയിലുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഷവർ ജെൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ബോഡി ലോഷൻ, ഇതിൻ്റെ തന്നെ ബോഡി മിസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രേഗ്രൻസ് നല്ലോണം ലാസ്റ്റ് ചെയ്യും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു ബോഡി മിസ്റ്റും ബോഡി ലോഷനുമാണ്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ ബോഡി മിസ്റ്റും ലോഷനും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ പിന്നെയും വാങ്ങിച്ച് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഷവർ ജെൽ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ബട്ട് ഒരേ ഫാമിലിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രേഗ്രൻസ് നല്ലോണം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി വാഷ് ഷവർ ജെല്ല്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും, ഇത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും നല്ല ഫ്രേഗ്രൻസ് ഉള്ള ഒരു ഷവർ ജെല്ല് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പിനെക്കാട്ടിലും കൂടുതൽ ആ ഒരു ഫ്രഷ്നെസ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബോഡി ക്രീമാണ്. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ 1000 Wishes എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ക്രീമാണ്. ഇതാണ് എൻ്റെ എന്താ പറയുക ട്യൂബ് വരുന്നത്. ഈ സമ്മേഴ്സിൽ ബോഡി ക്രീമിനെക്കാട്ടി കൂടുതൽ നല്ലത് ബോഡി ലോഷനാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഇതാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുവാണ്. പക്ഷേ ഇതിൻ്റെ ആ ഫ്രേഗ്രൻസ് അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. നല്ല ഒരു പ്ലസൻറ്റ് ഫ്രേഗ്രൻസ്, നല്ലൊരു എന്താ പറയുക എലഗൻറ്റ് ഫ്രേഗ്രൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗോർജസ് ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും.
കുറച്ച് തിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ബട്ട് നല്ലോണം പെട്ടെന്ന് അബ്സോർബ് ആയി പോയിക്കോളും. പിന്നെ അങ്ങനെ കുഴഞ്ഞു വരുമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിൽ ആ ഫ്രേഗ്രൻസ് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. ഇത് ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പുറത്തൊന്നും എഴുതിയിട്ടില്ല. ഞാൻ നൈക്ക നോക്കിയിട്ട് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇപ്പോഴത്തെ പ്രൈസ് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി മിസ്റ്റ് അതിൻ്റെ തന്നെ ബോഡി മിസ്റ്റാണ്. ഇത് 1000 Wishes ഡയമണ്ട് ഷിമ്മർ മിസ്റ്റാണ്. ഇതാണ് ബോട്ടിൽ. ഇതിൻ്റെ നോർമൽ വേരിയൻറ്റും ഉണ്ട്, ഡയമണ്ട് ഷിമ്മർ വേരിയൻറ്റും ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഡയമണ്ട് ഷിമ്മറാണ്. ഇതാണ് ഞാൻ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ സെയിം ഫാമിലിയിലുള്ള പ്രോഡക്റ്റ്സ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഫ്രേഗ്രൻസ് നല്ലോണം എൻഹാൻസ് ചെയ്തിട്ട് അറിയാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഡയമണ്ട് ഷിമ്മർ എന്ന് പറയുന്നത് നല്ല ടൈനി ആയിട്ടുള്ള ഷിമ്മർ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പോർഷനിലൊക്കെ ആ ഷിമ്മർ വന്നിട്ട് എന്താ പറയുക സ്റ്റക്കായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഷിമ്മറിങ് പാർട്ടിക്കിൾസ് ഒക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്റ്റേ അവേ ഫ്രം ദിസ്. ഇത് നിങ്ങൾക്ക് അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇതിൻ്റെ തന്നെ നോർമൽ വേർഷൻ ഉണ്ട്, നോർമൽ ബോഡി മിസ്റ്റ് ഉണ്ട്. അത് ട്രൈ ചെയ്യാവുന്നതാണ്. അതിൽ ഷിമ്മറിങ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാവില്ല. വളരെ നല്ലൊരു ബോഡി മിസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെയും ഈ പറഞ്ഞ റേറ്റ് എനിക്കറിയില്ല. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ഇത് ഞാൻ നൈക്കയിൽ നോക്കിയിട്ട് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ബോഡി ക്രീംസ് അല്ലെങ്കിൽ ബോഡി ലോഷൻസ് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ബോഡി ഓയിൽസ്. അപ്പം എൻ്റെ കയ്യിലുള്ള ബോഡി ഓയിൽ ഞാൻ നേരത്തെ കാണിച്ച ഈ പ്ലമ്മിൻ്റെ എന്താ പറയുക ഹവായൻ റുംബ ഷാർജയിൽ കാണിച്ചില്ലേ, ഇതിൻ്റെ തന്നെ സെയിം ഫാമിലിയിലുള്ളതാണ് ഹവായൻ റുംബ ബോഡി ഓയിൽ. ഇതാണ് ബോട്ടിൽ. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിലാണ്. ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കി മാറ്റില്ല. സോ അതുകൊണ്ട് ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ പോലും യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഒബ്വിയസ്ലി യൂസ് ചെയ്യാം. ഇത് ഈ നമ്മൾ ആ കണ്ട ഷാർജലിൻ്റെ സെയിം ഫ്രേഗ്രൻസ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് ആ ഷാർജൽ യൂസ് ചെയ്തിട്ട് ഈ ബോഡി ഓയിലും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഞാൻ ആക്ച്വലി ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാർജൽ യൂസ് ചെയ്തിട്ട് ബോഡി വാഷ് ചെയ്തിട്ട് ഈ ബോഡി ഓയിൽ യൂസ് ചെയ്യും ഡെയിലി. ഈ രണ്ട് കോമ്പിനേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങളുള്ള ദിവസം മാത്രമാണ് ഞാൻ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദിസ് ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല. ഡെയിലി ഇപ്പോൾ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഇത് യൂസ് ചെയ്യൽ കുറവാണ്. ഞാൻ വേറൊരു ബോഡി മിസ്റ്റ് ഉണ്ട്, അതാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇത് സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സമ്മറിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. പ്ലസ് വേറൊരു ബോഡി മിസ്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും റിഡൻഡൻ്റ് ആണ്. ഒരു ബോഡി മിസ്റ്റ് യൂസ് ചെയ്യുക ഡെയിലി. പിന്നെ ബോഡി മിസ്റ്റ് പറയണ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് പെർഫ്യൂംസ്. എൻ്റെ പേഴ്സണലി കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പെർഫ്യൂംസ് ആസ് സച്ച് യൂസ് ചെയ്യാറില്ല. ഞാൻ ബോഡി മിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് പെർഫ്യൂംസ് ഒബ്വിയസ്ലി എക്സ്പെൻസീവ് ആണ്. വീട്ടിലിരിക്കുമ്പം അത് വേസ്റ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. ഇൻ കേസ് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ ഓൾവേസ് യൂസ് എ പെർഫ്യൂം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സമ്മറിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഡോൾഷെ ആൻഡ് ഗബാനയുടെ ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രേഗ്രൻസ് ഉണ്ട്. അതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഇപ്പം എൻ്റെ കയ്യിൽ ആ ബോട്ടിലില്ല കാണിക്കാനായിട്ട്, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു തരാം. അതിൻ്റെ ഫ്രേഗ്രൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിട്രസി ആയിട്ടുള്ള ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ നമുക്ക് സമ്മർ ടൈമിൽ ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ അതാണ് എൻ്റെ സമ്മർ ടൈം ഫേവറേറ്റ്. ഒരു നല്ലൊരു പെർഫ്യൂം എപ്പോഴും യൂസ് ചെയ്യുക പുറത്ത് പോകുമ്പോൾ, ബിക്കോസ് അത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്രേഗ്രൻസ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ബോഡി മിസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര കോൺസെൻട്രേറ്റഡ് അല്ല, അത് മിസ്റ്റാണ്. അപ്പം എന്താ പറയുക ലാസ്റ്റിംഗ് പവർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുമ്പോൾ ഞാനൊരു മിസ്റ്റ് യൂസ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്, ബിക്കോസ് പെർഫ്യൂം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് കാറ്റഗറി. അതിൽ പെടുന്നത് ഷാർജൽസ്, ബോഡി ലോഷൻസ്, പെർഫ്യൂംസ് ആൻഡ് ബോഡി മിസ്റ്റ്. അപ്പോൾ ഇതിൽ ലോഷൻസ് ഇഷ്ടമല്ലാത്തവർ ബോഡി ഓയിൽസ് ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ 4 ചെയ്യുന്നതാണ് എൻ്റെ ഫസ്റ്റ്. എൻ്റെ സെക്കൻഡ് പോയിന്റ് വരുന്നത് ഹെയർ ആണ്. നമ്മൾ ബോഡി മാത്രം കഴുകി വൃത്തിയാക്കി പെർഫ്യൂം അടിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ തലയും ഈക്വലി സ്വെറ്റ് ആകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സമ്മർ ടൈമിലൊക്കെ പ്രത്യേകിച്ചും തല നല്ലോണം വിയർക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് നല്ല വൃത്തി കെട്ട സ്മെല്ല് വരും. അപ്പോൾ ഹെയർ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതും നല്ല കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്
ആർഗൻ ഓയിൽ ഓഫ് മൊറോക്കോ ഷാംപൂ ആണ് ഹെർബൽ എസൻസിൻ്റെ. ഇതാണ് അതിൻ്റെ ബോട്ടിൽ. ഇത് നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഷാംപൂ ആണ്. ഒത്തിരി എന്താ പറയുക, ഹെയറിന് ഒത്തിരി ഡാമേജിങ് അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ളൊരു ഷാംപൂ ആണ്. 0% കളറൻസ് ഗ്ലൂട്ടൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഹെർബൽ എസൻസ് കൂടുതലും നാച്ചുറൽ സൈഡിലേക്ക് ലീൻ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ഷാംപൂ ആണ്, നല്ല ലൈറ്റ് ആയിട്ടുള്ള ഷാംപൂ ആണ്. ബട്ട് ഇതിൻ്റെ ഫ്രേഗ്രൻസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു ആർഗൻ ഓയിൽ കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്. ഈ ഷാംപൂ ചെയ്തിട്ട് നടക്കുമ്പോൾ എൻ്റെ മുടിയിൽ സ്വെറ്റ് വന്നാൽ പോലും ഫൗൾ സ്മെല്ലായിട്ട് പുറത്തേക്ക് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തന്നെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബോട്ടിൽ ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്. ബട്ട് ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തേക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിൻ്റെ സെയിം, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സെയിം ഫാമിലിയിലുള്ള കണ്ടീഷണർ, അതായത് അതിൻ്റെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഷാംപൂവിൻ്റെ ഫ്രേഗ്രൻസ് നല്ലോണം എൻഹാൻസ് ചെയ്തറിയും. അപ്പോൾ നിങ്ങളുടെ മുടിയിൽ ആ ഫ്രേഗ്രൻസ് നല്ലോണം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാൻ പറഞ്ഞത് സെയിം ഫാമിലിയിലെ പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ പ്രിഫർ ചെയ്ത എന്ത് ഫ്രേഗ്രൻസ് ആണോ നിങ്ങൾ നോക്കി വാങ്ങിയത്, അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യും നിങ്ങളുടെ ഹെയറിൽ. അപ്പോൾ അതാണ് എൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. പിന്നെ ഹെയർ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം കൂടെ പറയാനുള്ളത് ഹെയർ പെർഫ്യൂംസ് ആണ്. ഹെയറിന് വേണ്ടിയിട്ട് സ്പെഷ്യലി നമുക്ക് പെർഫ്യൂംസ് വാങ്ങാൻ കിട്ടും. ഞാൻ പേഴ്സണലി ഹെയർ പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യാറില്ല. അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലീവ് ഇൻ കണ്ടീഷണറാണ്. അതായത് ഞാൻ ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്ത് മുടിയൊക്കെ വാഷ് ചെയ്ത് ടവൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞാനൊരു ലീവ് ഇൻ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാമേഴ്സിൻ്റെ കോക്കനട്ട് ഓയിൽ ഫോർമുല കോക്കനട്ട് ഓയിൽ ലീവ് ഇൻ കണ്ടീഷണറാണ്. ഇതാണ് അതിൻ്റെ ബോട്ടിൽ. ഇതിന് നല്ലൊരു കോക്കനട്ടി ഫ്രേഗ്രൻസ് ആണുള്ളത്. നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴോ കഴിച്ചിട്ടുള്ള ഏതോ ഒരു കോക്കനട്ട് ക്യാൻഡിയുടെ സ്മെല്ലാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലുള്ളപ്പോൾ നല്ലൊരു യമ്മി ഫ്രേഗ്രൻസ് ആയിട്ടാണ് നമുക്ക് തോന്നുക. അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ്. പ്ലസ് ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോർ ഡ്രൈ, ഡാമേജ്ഡ് ഓർ കളർ ട്രീറ്റഡ് ഹെയർ. പിന്നെ ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, നോ സൾഫേറ്റ്സ്, നോ പാരബൻസ്, നോ താലേറ്റ്സ്, നോ മിനറൽ ഓയിൽ, നോ ഗ്ലൂട്ടൻ, നോ ഡൈസ്. സോ നമുക്ക് മുടിക്ക് കേടായിട്ട് വരുന്ന ഒരു കാര്യങ്ങളും ഇല്ല ഇതിൽ. വളരെ എന്താ പറയുക, സേഫായിട്ട് നമുക്ക് മുടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലിവ് ഇൻ കണ്ടീഷണറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നതും. ഇതിന് കൂടുതൽ നല്ലൊരു ഫ്രേഗ്രൻസും ഉണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് സെറംസ് യൂസ് ചെയ്യാം. നല്ല ഫ്രേഗ്രൻസ് ഉള്ള സെറംസ് ഉണ്ട്, സെറംസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹെയർ പെർഫ്യൂംസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഈ 3 സാധനങ്ങളാണ് എൻ്റെ സെക്കൻഡ് പോയിന്റിലുള്ളത്: ഷാംപൂസ്, കണ്ടീഷണേഴ്സ് ആൻഡ് ഹെയർ പെർഫ്യൂംസ്, അല്ലെങ്കിൽ ലീവ് ഇൻ കണ്ടീഷണേഴ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് പോയിന്റ്. ഇനിയിപ്പം നമ്മൾ ബോഡിയൊക്കെ കഴുകി വൃത്തിയാക്കി പെർഫ്യൂമൊക്കെ അടിച്ച് നടക്കുവാണ്, മുടിയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ മുഷിഞ്ഞ ക്ലോത്ത്സ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ ഡൾ സ്മെല്ലിങ് ക്ലോത്ത്സ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ഇഫക്റ്റ് പോകും. ഫ്രഷ് സ്മെല്ലിങ്, പ്ലസൻറ്റ് സ്മെല്ലിങ് ക്ലോത്ത്സ് ആണ് എപ്പോഴും നമ്മളെ ഒരു എന്താ പറയുക, ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ക്ലോത്ത്സ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫ്രേഗ്രൻസ് ഉള്ള ഒരു പൗഡർ ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുക. കൂടെ ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ കംഫർട്ട് പോലത്തെയൊക്കെ ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ യൂസ് ചെയ്യുക. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്ത്സിന് നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ല് കൊടുക്കും. അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചധികം സ്വെറ്റ് ചെയ്താലും ഈ പറഞ്ഞ പെർഫ്യൂമിൻ്റെയും എന്താ പറയുക, സ്വെറ്റിൻ്റെ എല്ലാം കൂടെ ചേർന്നുള്ളൊരു ഒരു സ്മെല്ല് നമ്മുടെ ശരീരത്തിനായാൽ പോലും ക്ലോത്ത്സ് വൃത്തിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫൗൾ സ്മെല്ലാവാതെ കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ തേർഡ് പോയിന്റ്, ക്ലോത്ത്സിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കോമ്പിനേഷൻസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇതാണ്, സർഫ് എക്സലിൻ്റെ ഫ്രണ്ട് ലോഡിൻ്റെ ഈ ഒരു വയലറ്റ് കളറിലുള്ള കുപ്പി. ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന ഫാബ്രിക് സോഫ്റ്റ്നർ കംഫർട്ടിൻ്റെ ഫ്രഞ്ച് ഫ്രേഗ്രൻസ് റോയാൽ എന്നുള്ള ഈ ഒരു ബോട്ടിലാണ്. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്ലോത്ത്സൊക്കെ നല്ല എന്താ പറയുക, പെർഫ്യൂം നമ്മൾ ഒഴിച്ച് കഴുകിയെടുത്ത പോലെ നല്ല ഫ്രേഗ്രൻസ് ആയിരിക്കും. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എൻ്റെ എന്താ പറയുക, ഫുൾ പ്രൂഫ് കോമ്പിനേഷനാണ്. എൻ്റെ ക്ലോത്ത്സൊക്കെ, ഞാൻ പുറത്തൊക്കെ ഇടുന്ന ക്ലോത്ത്സൊക്കെ ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്.
അപ്പോൾ അടിപൊളി ഒരു ഫ്രേഗ്രൻസ്. നമ്മളത് മടക്കി അലമാരിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞെടുത്താൽ പോലും ആ ഒരു ഫ്രേഗ്രൻസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം ഇതാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഫ്രഷ് സ്മെല്ലിംഗ് ഡിറ്റർജൻറ്റും ഫാബ്രിക് സോഫ്റ്റ്നറും യൂസ് ചെയ്ത് ക്ലോത്ത്സ് കഴുകുക, നല്ലോണം എയർ ഡ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ അതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്ലോത്ത്സ് വൃത്തിയായിട്ട് കഴുകി, നമ്മുടെ ബോഡി കഴുകി, ഹെയർ കഴുകി, ഇതെല്ലാം ചെയ്യുമ്പോഴും അധികം ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന 2 കാര്യങ്ങളെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താത്ത 2 പാർട്സ് ഓഫ് അവർ ബോഡി. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ കൈയാണ്, നമ്മുടെ കൈപ്പത്തികളാണ്. ഈ കൈപ്പത്തി ഉപയോഗിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നു, കുറേ ജോലിയൊക്കെ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞിട്ട് സപ്പോസ് നമ്മൾ ഉച്ചയ്ക്ക് മീൻകറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊരു വൃത്തിയായിട്ട സ്മെല്ല് വരും. അത് എത്ര കഴിക്കാനും പോവില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഹാൻഡ് ക്രീം. ഈ ഒരു ഹാൻഡ് ക്രീം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ AC യിലൊക്കെ ഇരിക്കുമ്പോൾ കൈയൊക്കെ വരണ്ട് ഭയങ്കരമായിട്ട് വലിയാൻ ചാൻസ് ഉണ്ട്, അപ്പം യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അത് കാരണം അതിലെ ആൽക്കഹോൾ കോണ്ടൻറ്റ് കാരണം നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, അപ്പം യൂസ് ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിനും ഏറ്റവും നല്ലതൊരു ഹാൻഡ് ക്രീം തന്നെയാണ്. കയ്യിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വരുന്ന ആ ഒരു ഫൗൾ സ്മെല്ല് കളയാനായിട്ട് ഇത് യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഓഫീസ് എൻവയൺമെൻറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ കയ്യിലൊരു ഫൗൾ സ്മെല്ലുമായിട്ട് നിങ്ങളൊരു മീറ്റിങ്ങിന് കയറി ചെന്നു, അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പോയി നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വൃത്തിയായിട്ട സ്മെല്ല് വരുന്നത് ഭയങ്കര ഒരു ഹ്യൂജ് ടേൺ ഓഫ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹാൻഡ് ക്രീം എന്തുകൊണ്ടും കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പുറത്തൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും, വീട്ടിലുള്ളപ്പോൾ പിന്നെ പോട്ടേന്ന് വയ്ക്കാം, പുറത്തൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും ഓഫീസ് എൻവയൺമെൻറ്റിലുള്ളപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനൊരു ഹാൻഡ് ക്രീം കയ്യിൽ സൂക്ഷിക്കുക. അടുത്തായിട്ട് നമ്മൾ മിസ്സാക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ മൗത്ത്. നിങ്ങൾക്ക് ബാഡ് ബ്രെത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ ആ ഒരു ഏരിയയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം ഈ പറഞ്ഞ റീസൺസ് ഒക്കെ തന്നെ, നമ്മൾ ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഡ് ബ്രെത്ത് വരുന്നത്, ഒരു ഫൗൾ സ്മെല്ല് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ഭയങ്കര വലിയൊരു ഹ്യൂജ് ടേൺ ഓഫ് ആണ്. അപ്പോൾ അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ശ്രദ്ധ ആ ഒരു മേഖലയിൽ കൊടുക്കുക. പല്ല് തേക്കുക എന്നുള്ളത് പറയേണ്ട കാര്യമില്ല, നല്ല മിൻറ്റി ആയിട്ടുള്ളൊരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുകയാണെങ്കിൽ കുറേയൊക്കെ ആ ഒരു സ്മെല്ല് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് വായ കഴുകുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ലിസ്റ്ററിൻ്റെ കൂൾ മിൻറ്റ് മൗത്ത് വാഷാണ്. ഇത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ആ ഒരു ഫൗൾ സ്മെല്ല് വായിൽ നിന്ന് മാറ്റാനും ആ ഒരു ഫ്രഷ്നെസ് നമ്മുടെ മൗത്തിന് തോന്നിപ്പിക്കാനും ഒക്കെ ഇത് ഏറ്റവും നല്ലതാണ്. ലിസ്റ്ററിൻ്റെ ഈ ഒരു കൂൾ മിൻറ്റ് വേരിയൻ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആ ഒരു നോർമൽ വേരിയൻ്റ് ഉണ്ടല്ലോ, അത് അത്ര താല്പര്യമില്ല. ഇതിനാണ് നല്ലൊരു ടേസ്റ്റ് തോന്നിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനൊരു മൗത്ത് വാഷ് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ ഭയങ്കരമായിട്ട് മൗത്ത് ഓർഡറിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിൽ മിൻറ്റ് കരുതുക. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും മീറ്റിങ്സ് ഒക്കെ ഉള്ളപ്പോൾ ആ ഒരു മിൻറ്റ് ഒന്ന് വായിലിട്ടൊന്ന് ചൂ ചെയ്തതിന് ശേഷം പോവുക, ആ ഒരു മൗത്ത് ഓർഡർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ 4th പോയിന്റിലുണ്ട്. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന പോയിന്റ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലോത്ത്സ് കവർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബോഡി കവർ ചെയ്തിട്ടുണ്ട്, ഹെയർ കവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ മിസ്സായി പോകുന്ന മൗത്തും ഹാൻഡ്സും കവർ ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ് ഫ്രഷ് ആയിട്ട് സ്മെൽ ചെയ്യാനായിട്ട് എന്നുള്ളതൊക്കെ കമൻസിൽ എഴുതി അറിയിക്കുക. ഇതിൽ പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻസിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും അത് വായിക്കുന്നവർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സൈഡിലുള്ള ബെല്ല് സെലക്ട് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ മറക്കാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ കാണുന്നതാണ് എൻ്റെ ID. അവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഡേ ടു ഡേ അപ്ഡേറ്റ്സും ഒക്കെ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.